ഐക്യരാഷ്ട്ര സംഘടന ആഹ്വാനം ചെയ്ത 700 കോടി സ്വപ്നങ്ങൾ, ഒരേ ഒരു ഭൂമി, ഉപഭോഗം കരുതലോടെ എന്ന ആശയം നടപ്പിലാക്കുന്നതിന് വേണ്ടി വനം പരിസ്ഥിതി വകുപ്പ് നടപ്പിലാക്കുന്ന പരിപാടികളാണ് ഈ പ്രകൃതി പരിപാലക പദ്ധതി പ്രഖ്യാപനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇത് ഏറ്റവും വിജയകരമായി നടപ്പിലാക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. പ്രകൃതി സംരക്ഷണം, വന പരിസ്ഥിതി സംരക്ഷണം നമ്മുടെ നാളത്തെ തലമുറയെ കരുതലോടുകൂടി സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഒരുപോലെ ചേർന്ന് പ്രവർത്തിക്കേണ്ടതാണ്. വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ആവശ്യമായി വരും. അത് നമ്മൾ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളാണ്. പക്ഷേ നാളെ മറന്നുകൊണ്ട്, നാളത്തെ സാഹചര്യങ്ങൾ വിസ്മരിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ പ്രവർത്തിച്ചാൽ നമുക്ക് എന്നും ദുഃഖിക്കേണ്ടി വരും തലമുറയോട് നമ്മൾ ചെയ്യുന്ന ഒരു കടുത്ത തെറ്റുമായി മാറും. വനം പരിസ്ഥിതി സംരക്ഷണ രംഗത്ത് ഇന്ന് കൂടുതൽ ബോധവൽക്കരണം ഇന്ന് ജനങ്ങൾക്കുണ്ടായി കാണുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സംഗതിയാണ്. മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു ബോധവൽക്കരണം, ഒരു താല്പര്യം ഇന്ന് ജനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അത് പരമാവധി പ്രയോജനപ്പെടുത്തി നമുക്ക് ഏറ്റവും വിജയകരമായി ഈ പരിപാടികൾ, വന സംരക്ഷണവും പരിസ്ഥിതിയുടെ പൂർണ്ണമായ സംരക്ഷണം ഉറപ്പുവരുത്തിക്കൊണ്ടും ഉള്ള പ്രവർത്തനം നമുക്ക് അനിവാര്യമാണ്. നമുക്ക് നമ്മുടെ ഒരു ഗ്രീനറി, ഒരു ഹരിതാഭ ഒരുപാട് ഭാഗത്ത് നഷ്ടപ്പെട്ടു വരിക. നമുക്ക് ആവശ്യത്തിന് ജലം കിട്ടാതെയായിരിക്കുന്നു. നമ്മുടെ കിണറുകൾ പലതും വറ്റിപ്പോയിരിക്കുന്നു. നമ്മുടെ പുഴകൾ വറ്റിപ്പോയിരിക്കുന്നു. നമ്മുടെ ഭൂമിക്ക് ഫലഭൂയിഷ്ഠത നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ ഭൂമി സ്വയം വലിഞ്ഞതോ ഉൾവലിഞ്ഞതോ ഒന്നുമല്ല, നമ്മുടെയൊക്കെ പ്രവൃത്തികൾ കൊണ്ട് തന്നെയാണ്. ഇതിൽ നിന്നൊക്കെ നമുക്ക് വീണ്ടും നമ്മുടെ പ്രകൃതിയെ തിരിച്ചു പിടിച്ചാൽ മാത്രമേ അന്നുണ്ടായിരുന്ന ഒരു സന്തോഷകരമായ സുഖകരമായ കാലാവസ്ഥയും ജീവിതവും നമുക്ക് ലഭിക്കൂ എന്ന് ഞാനും ഒരുപാട് പേരും വിശ്വസിക്കുന്നു. നിങ്ങളും അത് മനസ്സിലാക്കുക.